തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയുടെ കാരണം പഠിക്കാൻ ചോദ്യാവലിയുമായി CPIM. സംസ്ഥാന നേതൃത്വം തയ്യാറാക്കിയ ചോദ്യാവലിയിൽ 34 ചോദ്യങ്ങളാണുള്ളത്. എന്നാൽ നേതാക്കൾക്ക് വീഴ്ചയുണ്ടോ എന്ന് പ്രത്യേകം ചോദ്യമില്ല. ചോദ്യാവലിക്ക് ഉത്തരമായി അണികൾ പോരായ്മകൾ അറിയിക്കാം. റഹീസ് റഷീദ് വിവരങ്ങളുമായി ചേരുകയാണ്. റഹീസ്, എന്തൊക്കെയാണ് ചോദ്യങ്ങൾ? മാധു, എന്തുകൊണ്ട് CPIM തോറ്റു എന്ന് പഠിക്കുന്നതിന് മുമ്പായാണ് സംസ്ഥാന കമ്മിറ്റി കീഴ്ഘടകങ്ങൾക്ക് ഒരു സർക്കുലർ നൽകിയിരിക്കുന്നത്. ആ സർക്കുലറിൽ 34 ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയതിനു ശേഷം ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുമ്പോൾ തോൽവിയുടെ കാരണം എന്താണെന്ന് മനസ്സിലാക്കാം എന്നാണ് CPIMന്റെ സംസ്ഥാന നേതൃത്വം കരുതുന്നത്. പക്ഷേ ആ ചോദ്യാവലിയിലൊരു പ്രശ്നം, നേതൃത്വത്തിന് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ, ഭരണപരാജയം അടക്കമുള്ള സർക്കാർ വിരുദ്ധ വികാരം അടിത്തട്ടിലുണ്ടായിരുന്നോ എന്ന കാര്യം മനസ്സിലാക്കാൻ പറ്റുന്ന ചോദ്യങ്ങളൊന്നും അതിനകത്ത് ഇല്ല എന്നതാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മണ്ഡലത്തിൽ അല്ലെങ്കിൽ ഒരു ബൂത്തിൽ എത്ര വോട്ട് കിട്ടി, ഇപ്പോഴെത്ര വോട്ട് കിട്ടി എന്നതിൽ തുടങ്ങുന്നു ചോദ്യാവലി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എത്ര വോട്ട് കിട്ടി എന്ന കാര്യം ചോദിക്കുന്നുണ്ട്. ക്ഷേമ പെൻഷൻ ലഭിച്ച ആളുകളുടെ യോഗം വിളിച്ചിട്ടുണ്ടോ, ആ യോഗത്തിൽ പാർട്ടിയുടെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ എന്ന കാര്യം ചോദിക്കുന്നു. ആശാ വർക്കർമാർ, അംഗൻവാടി പ്രവർത്തകരുടെ ഒരു സ്ക്വാഡ് ഉണ്ടായിരുന്നോ, അവരുടെ മീറ്റിംഗ് വിളിച്ചോ എന്നത് മുതലുള്ള വിവിധ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം നമുക്കൊപ്പം പ്രചരണ രംഗത്ത് അണിചേർന്നിട്ടുണ്ട് എന്ന കാര്യം ചോദിക്കുന്നു. പ്രത്യേകിച്ച് ന്യൂനപക്ഷ, അത് മുസ്ലിം ന്യൂനപക്ഷമാണെങ്കിലും ക്രിസ്ത്യൻ ന്യൂനപക്ഷമാണെങ്കിലും LDFന് അനുകൂലമായി ആയിരുന്നില്ല ഇത്തവണ ചിന്തിച്ചിരുന്നത്. അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് പ്രചരണ രംഗത്ത് ന്യൂനപക്ഷങ്ങളുടെ ഒരു പങ്കാളിത്തം ഉണ്ടായിരുന്നോ വീടുകൾ കയറുന്നത് സമയത്ത് എന്ന് തുടങ്ങുന്നു ചോദ്യം പോകുന്നത്. പക്ഷെ നേതാക്കൾക്ക് വീഴ്ചയുണ്ടോ എന്നൊരു ചോദ്യമില്ല. മറ്റ് കാര്യങ്ങൾ, അതായത് സംഘടനാ രംഗത്ത് എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളിലേക്ക് ഊന്നുന്നതാണ് ഈ ചോദ്യങ്ങൾ. മാധു, അങ്ങനെയാണ്. കാരണം പാർട്ടി നേതൃത്വത്തെ കുറ്റപ്പെടുത്തുന്ന തരത്തിൽ അണികളുടെ ഭാഗത്തു നിന്ന് ഉത്തരം വരരുത് എന്ന നിർബന്ധം സംസ്ഥാന നേതൃത്വത്തിന് ഉണ്ട് എന്ന് വേണം കരുതാൻ. പ്രത്യേകിച്ച് ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റികളും ചേരുന്ന സമയത്ത് പിണറായി വിജയനെയും MV ഗോവിന്ദനെയും പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ടുള്ള ഒരു വികാരമായിരുന്നു ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ പൊതുവായിട്ടുണ്ടായിരുന്നത്. നേരിട്ട് തന്നെ MV ഗോവിന്ദൻ ഇരിക്കുന്ന യോഗത്തിൽ തന്നെ അദ്ദേഹത്തെ വിമർശിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതേക്കുറിച്ച് MV ഗോവിന്ദനോട് ചോദിച്ചപ്പോൾ എങ്ങനെയും തുറന്ന് വിമർശിക്കാം, ആർക്കും വിമർശിക്കാം, അത് പാർട്ടി സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് എന്നാണ് ഇന്നലെ അദ്ദേഹം ഡൽഹിയിൽ അതിന് മറുപടിയായി നൽകിയത്. പക്ഷേ താഴെക്കിടയിൽ നിന്ന് റിട്ടേണായി തോൽവിയുടെ കാരണം പഠിക്കാൻ വേണ്ടിയുള്ള റിട്ടേൺ ഉത്തരം നൽകുമ്പോൾ നേതാക്കൾക്ക് വീഴ്ചയുണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ സർക്കാർ വിരുദ്ധ വികാരം അടിത്തട്ടിലുണ്ടായിരുന്നോ, ന്യൂനപക്ഷങ്ങൾ എന്തുകൊണ്ട് എതിരായി, പാർട്ടി സംഘടനാപരമായ പ്രവർത്തനങ്ങൾ, പാർട്ടി സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും വീഴ്ചകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ ഉയർന്നു വന്ന PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം അടക്കമുള്ള കാര്യങ്ങൾ, G സുധാകരനും കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും PK ശശിയുമൊക്കെ പാർട്ടിക്ക് പുറത്തു പോകുന്ന രാഷ്ട്രീയ സാഹചര്യം, ആ സ്ഥലത്ത് ഏതെങ്കിലും വോട്ടർമാരെ സ്വാധീനിച്ചിരുന്നോ എന്നതടക്കമുള്ള ചർച്ചയിൽ ഉയർന്നു വന്ന എതിർവികാരങ്ങളൊന്നും ചോദ്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതാണ് ഇതിനകത്തെ പ്രസക്തം. മാധു, റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്. ചോദ്യാവലി തയ്യാറാക്കി CPIM കീഴ്ഘടകങ്ങൾക്ക് നൽകിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട ഡാറ്റ സമാഹരണമാണ് ലക്ഷ്യം.